നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ISRO നമ്മുടെ തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലുമൊക്കെയായി ലഭ്യമായിരിക്കുന്ന ഒരു പുതിയ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെയുള്ള അവസരങ്ങൾ, ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 1,40,000 രൂപ വരെ പേ സ്കെയിലുള്ള അവസരങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയും ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ കാണുന്നത് ISROയുടെ ഓഗസ്റ്റ് 9-ാം തീയതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വലിയ മലയിലുള്ളതാണ്. അവിടേക്ക് അവരുടെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 9/8/2025 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അവർ തിരുവനന്തപുരത്തേക്കും ബാംഗ്ലൂരിലേക്കുമാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ തസ്തിക ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 7 എന്നുള്ള തസ്തികയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേ സ്കെയിൽ 1,42,400 വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ 11 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഒരാളെ ഹയർ ചെയ്യുന്നുണ്ട്. ഈ മെക്കാനിക്കൽ 11-ൽ 8 തിരുവനന്തപുരത്തേക്കാണ്, 3 പേര് ബാംഗ്ലൂരിലേക്ക്. ഇലക്ട്രോണിക്സിൽ ഒരാളുള്ളതും വലിയമല തിരുവനന്തപുരമാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. ഇലക്ട്രോണിക്സ് ആകുമ്പോൾ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ അതായത് വിഷയത്തിൽ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സോടെ 60% മാർക്കോടെ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. മെക്കാനിക്കൽ 11, ഇലക്ട്രോണിക്സ് 1 ഒഴിവ്. ഇനി സബ് ഓഫീസർ എന്ന അവസ്ഥയിലേക്ക് ഒരു ഒഴിവാണ് തിരുവനന്തപുരത്താണുള്ളത്. ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഹയർ ചെയ്യുന്ന ഒരു വേക്കൻസിയാണ്. ലീഡിംഗ് ഫയർമാൻ DCOs വിത്ത് 6 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഓർ BSc ഡിഗ്രി വിത്ത് PCM എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്. അപ്പം BSc ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അത് മാത്രം പോരാ, പ്ലസ് സബ് ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് ലീഡിംഗ് ഫയർമാൻ ആഫ്റ്റർ സബ് ഓഫീസേഴ്സ് കോഴ്സ്. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നേടി മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇത് നമുക്ക് 3ാമത്തെ തസ്തികയിലേക്ക് വരാം. മറ്റൊരു തസ്തിക ടെക്നീഷ്യൻ്റെയാണ്. ഇത് ലെവൽ 3 ആണ്. അതിൻ്റെ പേ മെട്രിക്സ് 69,100 വരെ പേ സ്കെയിലുള്ള അവസരമാണ്. ടെർണറായിട്ട് ഒരാളെ തിരുവനന്തപുരത്തേക്കാണ്. ഫിറ്ററായിട്ട് 4 പേര്, അതിൽ 2 പേര് തിരുവനന്തപുരം, 2 പേര് ബാംഗ്ലൂർ. അപ്പോൾ ഇതിനെന്തായിരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് SSLC പാസ്. അത് മാത്രം പോരാ, ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC ഇന്റർനെറ്റ് ട്രേഡ്. അതായത് ITI നമുക്കൊക്കെ അറിയാം അല്ലേ. അതുകൂടാതെ NDC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുക. അതല്ലെങ്കിൽ NAC അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഫിറ്ററായിട്ടും അതേപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സാണ്. ITI സർട്ടിഫിക്കറ്റ് വേണം, അല്ലെ NDC ട്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ ഉള്ള ഫിറ്റർ ട്രേഡിലുള്ളവർക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക്, ഇതിന് ബാംഗ്ലൂരിലേക്ക് ഒരു ഒഴിവാണുള്ളത്. SSLC പ്ലസ് ITI അല്ലെങ്കിൽ NDC NAC അതാത് മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് തിരുവനന്തപുരത്ത് 2 ഒഴിവാണുള്ളത്. ഇതിന് മിനിമം 10ാം ക്ലാസ് പാസ് ഇൻ SSLC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് കാണണം. അതിൽ മിനിമം 3 വർഷമെങ്കിലും ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ബാക്കിയുള്ള സമയം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. എന്നാൽ 5 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ ലൈസൻസ് കാണും. ഇനി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് തിരുവനന്തപുരത്ത് 2 ഒഴിവുകളാണുള്ളത്. ഇതും 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. എന്നാൽ 3 വർഷത്തെ
ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാണണം. അതോടൊപ്പം LVD ലൈസൻസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ലൈസൻസും കൂടെ ഉള്ളവർക്ക് ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ. ഇനിയും ചില ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്, അതുകൂടെ ഒന്ന് പരിശോധിക്കാം. ദീസ് പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. അതായത് ഒരു ടെമ്പററി പോസ്റ്റാണ്, എന്നാൽ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് ഒരു 3 കൊല്ലോ 2 കൊല്ലോ അങ്ങനെയൊന്നുമില്ല, ഇത് ദീർഘകാലത്തേക്ക് തുടരാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊരു എന്താ പറയുക, കോൺട്രാക്ട് ഹയറിംഗ് ഒന്നുമല്ല, എന്നാൽ ഇതൊരു ടെമ്പററി ആയിരിക്കും, ഏത് നിമിഷം വേണേലും പിരിച്ചുവിടാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു ജാമ്യമായിട്ട് പറയുന്നു എന്നുള്ളതേ ഒന്നാണ് തോന്നുന്നത്. ഇതൊരു ദീർഘകാലത്തേനുള്ള ഒരു ഹയറിംഗ് തന്നെയാണ്. പിന്നെ ഏജ് ലിമിറ്റ് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് എല്ലാ പോസ്റ്റിലും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അത് കൺസിഡർ ചെയ്യുന്നത് 26 ഓഗസ്റ്റ് പ്രകാരമായിരിക്കും. അപ്പോൾ അതുവരെ 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ഈ എലിജിബിൾ കാറ്റഗറിക്ക്, ഉദാഹരണത്തിന് SC ST-കാരൊക്കെ ആണെങ്കിൽ 5 വർഷത്തെ, OBC-ക്കാരൊക്കെ ആണെങ്കിൽ 3 വർഷത്തെയൊക്കെ റിലാക്സേഷനൊക്കെ ലഭ്യമാണ്. എക്സ് സർവീസ്മാന്, ബാക്കി ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഒക്കെ ഉള്ളവർക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നേച്ചർ ഓഫ് ജോബ്, ജോലി എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യം, അതിന് വേണ്ട ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, രജിസ്ട്രേഷൻ ഫീസ്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് റിട്ടൺ ടെസ്റ്റ് ആൻഡ് സ്കിൽ സെറ്റ് എക്സെപ്റ്റ് പോസ്റ്റ് 794. ആ ഒരു പോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും റിട്ടൺ ടെസ്റ്റും സ്കിൽ സെറ്റും ഉണ്ടായിരിക്കും. റിട്ടൺ ടെസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. സ്കിൽ ടെസ്റ്റ് എന്താണ് എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ വിശദമായിട്ട് പിന്നാലെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പാസ് ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ള കാര്യം, അതിൻ്റെ സിലബസും എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീയും മറ്റ് കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് റിട്ടൺ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പാർട്ട് എയിൽ, പാർട്ട് ബിയിൽ എന്തൊക്കെയായിരിക്കും, പാർട്ട് സിയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. സ്കിൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും നൽകുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട്, ഹൗ ടു അപ്ലൈ, ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ 12-ാം തീയതി ഓഗസ്റ്റ് മുതലേ ഓപ്പൺ ആകത്തുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 9-ാം തീയതിയാണ്, ഇന്നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. എന്നാൽ അപ്ലൈ ചെയ്യുവാനായിട്ട് 12-ാം തീയതി ഓഗസ്റ്റ് 2 മണി മുതലേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അത് 26-ാം തീയതി ഓഗസ്റ്റ് 2 മണി, ആഫ്റ്റർനൂൺ 2 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതിന് ഫോട്ടോഗ്രാഫ്, ബാക്കി ചില ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. അതായത് 750 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ ഇവർ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഫീമെയിൽ, SC ST PWD ഇവർക്ക് ഈ 750 രൂപയും റീഫണ്ട് ചെയ്യും. ബാക്കിയുള്ളവർക്ക് 500 രൂപ റീഫണ്ട് ചെയ്യും. അതായത് ഇൻ ഇഫക്റ്റ് ജനറൽ കാറ്റഗറിക്ക് 250 രൂപയേ ഉള്ളൂ. ഫീമെയിൽ, SC ST PWD-കാർക്കൊക്കെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. ഇൻ ഇഫക്റ്റ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ ആദ്യം നിങ്ങൾ 750 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഫീസൊക്കെ ഈ ഫീസ് അടയ്ക്കാതെ ഇരുന്നാൽ ഒത്തിരി പേര് അപ്ലൈ ചെയ്യും, എന്നിട്ട് അവസാനം പരീക്ഷ എഴുതാൻ വരത്തില്ല. ഇത് ഗവൺമെൻറ്റിന് ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇനീഷ്യലി ഫീസ് അടയ്ക്കണമെന്നും, ഞങ്ങൾ പരീക്ഷ എഴുതിയാൽ ഇത് റീഫണ്ട് ചെയ്യും, പരീക്ഷ ജയിക്കണമെന്നൊന്നുമില്ല, പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്താൽ അത് റീഫണ്ട് ചെയ്യും എന്നും സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. അതിൽ SC ST വിമൺ കാൻഡിഡേറ്റ്സ്, PWD എക്സ് സർവീസ്മാനൊക്കെ ഇത് ഫുള്ള് റീഫണ്ട് ചെയ്യും. മറ്റുള്ളവർക്ക് 100 രൂപ ഒഴിച്ചിട്ട് 400 രൂപയായിരിക്കും റീഫണ്ട് ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ സൈറ്റിൽ നൽകുന്നുണ്ട്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 12-ാം തീയതി മുതലേ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. 26-ാം തീയതി ഓഗസ്റ്റ് 2 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ സൈറ്റിലുണ്ട്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നോക്കുക, ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക.
ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, വെബ്സൈറ്റ്, അതിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.